അസ്സലാമലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് സാദാ ബീഫ് കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കപ്പോൾ ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് ബീഫും നല്ല ബീഫ് കിട്ടാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം അതിനാവശ്യമുള്ളത് 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് സവാള വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 8 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ഒരു കൂട് അതും ചേർത്ത് 2 വലിയ തക്കാളി, കറിവേപ്പില, ഇത് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കുക്കറിന് പ്രഷർ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്യണമെന്ന് ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 3 വിസിൽ ഞങ്ങൾക്ക് കൊടുക്കാം. ഞാൻ എന്താ പറയുക, വയറ്റാറില്ല, ഞാൻ പ്രഷർ കൊടുക്കാറ് തന്നെയാണ്. എൻ്റെ എല്ലാ കറികളും നോക്കിയാൽ അറിയാം. ഞാൻ 3 കൊടുത്തിട്ടുണ്ട്, വിസിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ ഏകദേശം ആയിക്കിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി, നന്നായി തന്നെ കിട്ടും. കണ്ടില്ലേ? പിന്നെ അതിൽ ഒരു വലിയൊരു പൊട്ടറ്റോ, ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും പൊട്ടറ്റോ ചേർത്ത്. പിന്നെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കുത്തിൽ തന്നെ മസാലപ്പൊടികൾ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ എരിവുള്ള ആൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാൻ മീഡിയം ഇതിലാണ് എരിവ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളകും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ നല്ല കളറുണ്ട്. കാശ്മീരിയൻ ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നോർമൽ ബീഫ് കറിയാണ്. നമ്മളെ ബീഫ് നല്ലതായി കിട്ടിയാൽ കറി നന്നായി കിട്ടും. ബീഫ് മോശമായ എങ്ങനെ ഉണ്ടാക്കിയാൽ ഞങ്ങൾ കറി നന്നാവില്ല. ബീഫ് നന്നായി കിട്ടണം. നല്ലതായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത് കറിയിൽ. ഏത് കറിയായാലും, ചിക്കനായാലും മട്ടനായാലും ബീഫായാലും ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത്. എന്താ വെച്ചാൽ ഇതിൽ നിന്നെല്ലാം വെള്ളം കയറും. കണ്ടില്ലേ, ഞാൻ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. നന്നായി വെള്ളം ഇതായിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ 2 ചെറിയ ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഞങ്ങളുടെ കറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നല്ലതായിട്ട് തന്നെ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇങ്ങനെ അടച്ചു വെച്ചാൽ കുറച്ച് നല്ല തിക്കായിട്ട് കിട്ടും. അതിൽ ആവശ്യത്തിന് മല്ലിപ്പൊടി കൈ നിറയെ ചേർത്ത് കൊടുക്കാം. ഇതൊരു ജസ്റ്റ് ഒരു ടേസ്റ്റ് കൂടുതലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറിയ സവാളയും പച്ചമുളകും കറിവേപ്പിലും മല്ലിയിലും ഒന്ന് വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇതാക്കി കൊടുക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയൊക്കെ ചേർത്ത് ഒന്ന് കഴിച്ച് വെക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നെയ്ച്ചോറിനും പൊറോട്ടക്കും നമ്മുടെ പത്തിരി, ചപ്പാത്തി എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. ഇൻഷാല്ലാ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം. ഈസി പീസി ആയിട്ട് ഉണ്ടാക്കി വെക്കാം. അപ്പം എല്ലാവരും എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഷെയർ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇൻഷാല്ലാ ബൈ.